ഞാൻ എന്റെ മകളുടെ ജൂബിലി ആഘോഷത്തോടുകൂടി 25 സിൽവർ ജൂബിലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഇടവകാരി സോണി മഞ്ഞളി അച്ഛനെ സമീപിച്ച സമയത്ത് അച്ഛൻ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ സമയങ്ങൾ അടുത്ത് വരാനുള്ളൂ. അപ്പൊ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു നമുക്ക് 6 മണിക്ക് ഇവിടെ കുർബാനയുണ്ട്, അതിനോടനുബന്ധിച്ച് നടത്താന്ന് പറയാണ്. അപ്പൊ ഇത് എനിക്ക് എപ്പോഴും ഒരു കുബുദ്ധിയൊന്നുമില്ല. അതിന്റെ പേരിൽ ഞാൻ മഠത്തിലേക്ക് അവരോട് വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് ഈ രാത്രി വന്ന് നടത്തി പോകാൻ ബുദ്ധിമുട്ടാണ്, അതിന്റെ പേരിൽ പകൽ എപ്പോഴും നടത്താന്ന് പറയാണ്, പകലുള്ള സമയം. അപ്പൊ നമ്മുടെ ഒരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കൊടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശമുള്ളത്. അതനുസരിച്ച് അച്ഛനോട് വന്ന് നമ്മുടെ മകൾ ഒരുമിച്ച് വന്ന് അച്ഛനോട് സംസാരിക്കായി. അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ വേദശം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കുർബാനയല്ലല്ലോ, സഭയുടെ കുർബാന ഞങ്ങളല്ലേ കാണുന്നുള്ളൂ, ഇതിനാർക്കും വിരോധമില്ല, പ്രൈവറ്റ് പരിപാടിയില്ലെന്ന് പറയണം. അങ്ങനെ അച്ഛൻ പറഞ്ഞു അത് പറയാൻ ചേട്ടാന്ന് വെച്ചിങ്ങനെ കാലങ്ങൾ ഒഴിയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എന്താ ഇതിന്റെ കളിപ്പെന്ന് അറിയാൻ വേണ്ടി ഞാൻ അരമനയിൽ പോയി ബസ്സിൽ തന്നെ കടലാസ് കൊടുത്തു നമ്മൾക്ക് പിതാവിന് കടലാസ് കൊടുത്തുകൊണ്ട് ഞാൻ പോന്നു. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് ഈ കടലാസ് കണ്ടിട്ടില്ല. അത് കാണാത്ത കാരണം പിന്നീട് മൂന്നാം പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അവിടെ സഭയുടെ ആസ്ഥാനത്ത് ഭയങ്കര വിപ്ലവവും ചീത്തയും തെറിയൊക്കെ നടക്കുന്ന സമയത്ത് എന്റെ ശരീരവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ളതാണ്. എന്നെ ഉള്ളിക്കോട് അവിടുത്തെ ചാൻസലർ അച്ഛന്മാർ ഉള്ളിക്കോടെ കയറ്റി ഇത്ര ആളുടെ ബഹളത്തിൽ പിതാവ് കാലത്ത് വന്ന് ഒരു കുർബാന ചൊല്ലിയിട്ട് 2:15 വരെ പിതാവിനെ ആക്രോശിച്ചും വിപ്ലവമായിരുന്നു. ലാസ്റ്റ് പോലീസുകാരൊക്കെ കൂടി പിതാവിനെ റൂമിലേക്ക് വലയം വെച്ച് വ്യക്തമാക്കി. അപ്പൊ ചാൻസലർ അച്ഛന്മാർ അവരൊക്കെ പറഞ്ഞു ചേട്ടാ ഇന്ന് നടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് പറയണം, എന്നിട്ട് ഞാൻ പോകുമെന്ന് പറയണം. അങ്ങനെ ലാസ്റ്റ് അവർ 2:45 പിതാവ് ഈ അച്ഛന്മാർ എന്ന് അവർ പെട്ടെന്ന് ചോറുകൊണ്ട് വന്ന് പിതാവായിട്ട് സംസാരിക്കാൻ കയറിയപ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചു. എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ഇത്തരം രൂക്ഷമായി ഇത് വിപ്ലവം അതുപോലെയാണ് അവിടുത്തെ ഭാഷയായിരുന്നു. അത് കേട്ട പിതാവ് ഞാനിതൊന്നും നടക്കൂല, പിതാവിനും മാനതയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ പിതാവ് സന്തോഷപൂർവ്വം എന്നോട് പറഞ്ഞു അത് സിസ്റ്ററുടെ ജൂബിലിയിലെ 28-ാം തീയതി 10 നടന്നതിന് കുഴപ്പമില്ല, ഇവിടെ ഏകീകൃത കുർബാന, ഇത് സത്യമാണ് ഈ പറയുന്നത്, ഇതിലൊരു വാക്ക് പോലും മാറ്റം ഉണ്ടാവില്ല, ഇവിടെ ഏകീകൃത കുർബാന നടക്കുന്നതാണ്, അതിന്റെ പേരിൽ ആർക്കും അത് വിഷയമല്ല, ഇത് പ്രൈവറ്റ് പരിപാടിയാണ് എന്ന് പറയുകയും ചെയ്തു. ഇതിന് കൽപ്പന തരാൻ കൂരിയിലെ അച്ഛന്മാരോട് കൽപ്പന തന്നിട്ട് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ വന്നു. 9-ാം തീയതി കൽപ്പന മൊബൈലിൽ വൈദികന് കൊടുത്തു. വൈദികന് 9-ാം തീയതി കൽപ്പന കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4-ാം പ്രാവശ്യം ഞാൻ പോയി. എന്റെ വേദന മനസ്സിലാക്കേണ്ട കാര്യതാ. 4-ാമത്തെ ഞാൻ ഇത്രയും കിലോമീറ്റർ 30-35 കിലോമീറ്റർ പോയ ഈ 4-ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ വിപ്ലവം നടക്കാണ്, ഭയങ്കര വിപ്ലവം നടക്കാണ്. 2 കൂട്ടക്കാരും വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു ചാൻസലർ വന്നിട്ട് വന്നാണ്, അതിന്റെ പേരിൽ എന്നെ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റിയും SI കൂടി എന്നെ അകത്തേക്ക് ഗേറ്റ് തുറന്നപ്പോൾ ഒരു കാര്യം വിപ്ലവം ഭയങ്കരമായിട്ടുണ്ടാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ഞങ്ങൾ സംഭവിക്കില്ല, വിപ്ലവം ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോഴേക്കും SI എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇനി പോയിട്ട് നാളെ ഞാൻ പോകാന്ന് പറഞ്ഞ് എന്നെ തിരിച്ചിറക്കി. അപ്പൊ തിരിച്ച് 4-ാം പ്രാവശ്യം പോന്നു. ലാസ്റ്റ് 5-ാം പ്രാവശ്യം ഇവിടെ കൽപ്പന കിട്ടിയിട്ടില്ല എന്നല്ലേ പുള്ളി പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ വൈദ്യം പറഞ്ഞ സോണി മഞ്ഞൾ പറഞ്ഞ് കൽപ്പന കിട്ടിയില്ലാവും, കഴിഞ്ഞ 9-ാം തീയതി കൊടുത്തത്. എന്നിട്ട് തിരിച്ച് 5-ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് അവിടെ ഈ സോണി മഞ്ഞളി അച്ഛനെ അവിടെ കൽപ്പന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ 5 രൂപ കാശുള്ളൂ ഇങ്ങോട്ട് അയക്കേണ്ടതാണ്, അപ്പൊ അച്ഛൻ മേടിച്ചോളാന്ന് പറയാണ്. കൽപ്പന മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് ആ ദിവസം വരെ മേടിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടെ മൊബൈലിൽ നേരത്തെ 9-ാം തീയതി കൊടുത്തേക്കണമെന്ന് സംഗതി വൈദികന് അറിയുകയും ചെയ്യാം. ഞാൻ എന്നിട്ട് ഈ കൽപ്പന എന്റെ കയ്യിൽ തന്നയക്കുകയാണ്, സോണി അച്ഛന് കൊടുക്കാനല്ലേ. സാധാരണ അങ്ങനെ ആരെയും കൊടുത്തയക്കാറില്ല, എങ്കിലും നമ്മളിലുള്ള വിശ്വാസം കാരണം അത് തന്നയച്ചു. അതിന്റെ പകർപ്പ് എനിക്ക് തന്നു. അതിന്റെ പകർപ്പ് വന്നിട്ട് ഈ ബുധനാഴ്ച കിട്ടാവുന്ന ആളുടെ വ്യാഴാഴ്ച വന്നപ്പം പുള്ളി കാലത്ത് പോകാനായപ്പോൾ ആള് സ്ഥലം വിട്ടു, പുള്ളി ഇവിടെ ഉണ്ടായില്ല. വ്യാഴവും വെള്ളി ശരി നോക്കി അന്ന് രാത്രി വരെ ഈ വൈദികൻ വന്നില്ല, ഈ കൽപ്പന കൊടുക്കാനായിട്ടാണ് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച കാലത്ത് വൈദികനെ സമീപിച്ച് ഞങ്ങൾ കൊടുത്തു. വൈദികൻ പറഞ്ഞു സംഗതി ഞാൻ ചേട്ടാ പറയാന്ന് അപ്പോഴും പറയാണ്. അപ്പൊ ഇത്രയും ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ പറയാന്ന് വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ വൈകിട്ട് തന്നെ അച്ഛനോട് ഇതിന്റെ തീരുമാനം അറിയിക്കണം, എനിക്ക് പിതാവിന്റെ കൽപ്പന എന്താണെന്ന് അറിയണ്ടേ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിന് മറുപടി പറയണ്ടേ. ഞാൻ വൈകുന്നേരം കുർബാന കഴിഞ്ഞ് ഞാനും എന്റെ ഭാര്യയും കൂടി കുർബാന കഴിഞ്ഞപ്പോൾ അത് കയറി അച്ഛാ ഇതിനൊരു മറുപടി പറയാത്ത, അച്ഛന് പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം, പറ്റില്ലെങ്കിൽ അച്ഛാ അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയിക്കൊള്ളാം അച്ഛാ, അല്ലെങ്കിൽ ഇതില്ലാണ്ട് ഞങ്ങൾ പോയിട്ടെന്താ കാര്യം, എത്ര നാളെ ഇനി സമയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാമെന്നു. ലാസ്റ്റ് കൂടുതൽ വിഷയങ്ങളും ആയി ഞങ്ങൾ കൂടില്ലാന്ന് കണ്ടപ്പോൾ അപ്പൊ അതിനിടയ്ക്ക് എന്റെ മോനോട് വന്നിരുന്നു. ആ വന്ന സമയത്ത് അവർ അച്ഛനായിട്ട് ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞു. മോളെ കയറിപ്പോയി, മോനെ അവിടെ ഒരു അരിയത്തൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല മകൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു പിന്നെ 5-ാം തീയതി ആയിട്ട് പറയാം, 5-ാം തീയതി ഒന്നും ഡേറ്റ്, 5-ാം തീയതി പറയാമെന്ന് പറഞ്ഞു. 5-ാം തീയതി പറഞ്ഞ് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ ഇതിന് മറുപടി എന്നിട്ട് ഞാൻ പോകുള്ളൂ, എനിക്ക് പോകണം ഇവിടുന്ന് പറഞ്ഞു. അച്ഛൻ പോയിക്കാ ഞാനൊന്നും കട്ടുകൊണ്ട് പോകില്ല, ഇതൊക്കെ പറഞ്ഞ ഭാഷകളാണ്, ഞാനൊന്നും കട്ടുകൊണ്ട് പോകില്ല, അച്ഛന് ഇതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേക്കും ഇവിടുത്തെ ഗുണ്ടകളായ കുറച്ച് കൈക്കാരന്മാരും സിൽബന്ധികളും കൂടി ഇപ്പൊ ഈ കാണിച്ച രീതിയിൽ ഈ ലൈറ്റ് കാണിച്ചാൽ ആ ലൈറ്റാണ് കെടുത്തി എന്റെ മോനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടു. എന്നെ പിടിച്ച് കഴിയുമ്പോൾ എന്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് പൊട്ടി. ഞാൻ അപ്പോൾ തന്നെ ആരെയോ പെട്ടെന്ന് ഇങ്ങനെ കൈ ഇരുട്ടല്ലേ, ലൈറ്റിൽ നിന്നില്ലല്ലോ. ഇവരല്ല, വൈസ് ചെയർമാൻ ഒരു ഗുണ്ടയാണ് അവൻ, ജോസഫ്. അവൻ കൊച്ചിനെ വിളിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അതിൽ പറ്റുപിടിച്ചെന്ന് ഒരുത്തൻ
തല്ലി കഴിഞ്ഞപ്പോ നമ്മൾ എന്തിനാ പറയുന്നത് സംഗതി പിള്ളേർക്ക് പോലീസ് ഇത് ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഞങ്ങൾക്ക് ഇങ്ങനെ പിള്ളേര് പിറ്റേ ദിവസം ക്ലാസ് കൊടുക്കുന്നതാണ്, തല്ല് കൊണ്ടാലും നമുക്ക് വിഷയമില്ല ചാച്ച, ഒന്നിനും പോകണ്ട നമുക്കെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി പോലീസുകാർ, അതിനിടയ്ക്ക് പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് ചേട്ടാ 5-ാം തീയതി വരെ സഹിക്കേട്ടാ, ഇനി നിങ്ങൾ പോകുന്നു പറഞ്ഞപ്പോ ആ പോലീസിന്റെ വാക്കേട്ടാ ഞാൻ വീട്ടിൽ പോയി, ഞാനും ഭാര്യ. അതായത് ഇവർ ലൈറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് പോലീസ് വന്നു 5-ാം തീയതി ചേട്ടന് മറുപടി അറിയാമെന്ന് പറയാണ്. അങ്ങനെ 5-ാം തീയതി നമുക്ക് മറുപടി കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ തിരികെ ഈ ഹൈക്കോടതിയിലേക്ക് പോകാൻ പോയത്. അതായത് ഇതിന്റെ കൽപ്പന എങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണല്ലോ. ഹൈക്കോടതിയിൽ ചെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇത് 10:30 ഈ പരിപാടി നടത്തുന്ന ആരും വിഷയമില്ല, അതിനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു, സകല കാര്യം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇവിടെ ഈ ഗേറ്റ് അടച്ചത്. ഇത് പറയാൻ കാരണം പിന്നെ മിനിഞ്ഞാന്ന് രാത്രി ഞാൻ സ്റ്റേഷനിൽ പോയി ഒരു 11:30 വരെ, പക്ഷേ ഞങ്ങളൊരു 6-7 മണിയായി പോയതാ. ഹൈക്കോടതിയിൽ നിന്നുള്ള ഇത് കൊടുക്കാനായിട്ട് SP ഓഫീസിലും പോയി, അങ്ങനെ സ്റ്റേഷനിലും പോയി. സർക്കിളിനെ കണ്ടാൽ അങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ അവിടുന്ന് മോളിൽ നിന്നുള്ള കുറെ അച്ഛന്മാർ അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു രാത്രി മുഴുവൻ. അവർക്ക് ഇത് ഇവിടെ കലക്കണം എന്നുള്ള ഒരു 8 ലക്ഷത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അത് ആ കൈ ഒടിഞ്ഞ എന്തൊട്ട് ആ രാജം പുന്നക്കല് അങ്ങനെ വേറെ വൈദികര് രാത്രി 11:30 പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് സർക്കിൾ രാത്രി 11:30 വിളിച്ച് ഇവര് മുടക്കും മാക്സിമം. കാരണം എന്താ വെച്ചാൽ പിതാവിന്റെ കൽപ്പന പിതാവെല്ലാം നേരിട്ട് ഒപ്പിട്ടാണ് ഈ കാര്യത്തില്. അപ്പൊ കോടതിയിൽ നിന്ന് പിതാവിന്റെ അറിവോട് ചെയ്യാനാ പറയണേ. അപ്പൊ കോടതിയിൽ അതിൽ ഇത് പറഞ്ഞിട്ടല്ലോ, ആ രീതിയിൽ പിതാവ് കൽപ്പന കൊടുത്ത ഇത് കൂരിയാംഗങ്ങൾക്ക് ചെയ്യാൻ ഓർഡർ ഉള്ളതാണ്, അതിനുള്ള പേപ്പറുകളെല്ലാം ഉള്ളതാണ്. അതനുസരിച്ച് ആ ഒരു പോയിന്റ് പിടിച്ചുകൊണ്ടാണ് ഈ വൃത്തികേട് കാണിച്ച പിതാവ് പറഞ്ഞു, സംഗതി ഞാൻ ഇങ്ങനെയാണ്, ഞാൻ 28-ാം തീയതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ 29-ാം തീയതിക്ക് പ്രശ്നമില്ലായിരിക്കും ആക്കാൻ പറഞ്ഞിരുന്നു പറയാണ്. ആ ലാസ്റ്റ് നിമിഷത്തിൽ അത് ഞാൻ എങ്ങനെ 28-ാം തീയതി എല്ലാ വർഷ സാധനങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചു, പിന്നെ എനിക്ക് 29-ാം തീയതി നടത്താൻ പറ്റുമോ? അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ വന്ന് പോലീസൊക്കെ കുറെ പോലീസുകാർ സഹായം വന്നപ്പോൾ മോളെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഈ രംഗത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ പേരിൽ ഞാൻ എന്ത് വെച്ചാൽ പോലീസിനോട് ഞാൻ തന്നെ പറഞ്ഞു, നമുക്കിവിടെ നിയമപരമായിട്ട് ഇവർ കൈക്കാരന്മാർ തുറന്നു തന്ന ഇവരെ കൂട്ടിയിട്ടുകൊണ്ട് പോയി, അത് മതി, ഒരു വിഷയം ഉണ്ടാക്കി നമുക്ക് വേണമെന്നുള്ള നമ്മുടെ ആൾക്കാരെയൊക്കെ ഇവിടുന്ന് പിൻവലിപ്പിച്ച് ഞങ്ങൾ പോവുകയും ചെയ്തു, ആളിലേക്ക് പോവുകയും ചെയ്തു. ഇത്രേ കേസുള്ളൂ. അതിന് ഇല്ലാത്ത കഥകൾ നേരത്തെ പറഞ്ഞു വരത്താണ്. ഇനി ഇതിനു പുറമെ ഈ കൂരിയയിലുള്ള അംഗങ്ങളും ഈ പിതാവും തമ്മിൽ എന്താ നടക്കാൻ പോണെന്ന് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ നടക്കാം. ഞാൻ നാളത്തെ കഴിഞ്ഞ് പോവാണ് ഹൈക്കോടതിയിലേക്ക്.